എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അമ്മ സന്ധ്യ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. സന്ധ്യക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് സന്ധ്യ മൊഴി നൽകി. അമ്മയ്ക്ക് കുറ്റബോധമില്ലെന്നും പോലീസ് പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ ചേരുന്നു. വിനയ, കുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ? മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലായിരുന്നു 3 വയസ്സുകാരിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ചാലക്കുടി പുഴയിൽ നിന്നുമായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം മണിക്കൂറുകൾ, ഏകദേശം 8 മണിക്കൂറോളം രാത്രി 7 മണി മുതൽ ആരംഭിച്ച് പുലർച്ചെ 2 വരെ തിരച്ചിൽ നടത്തുന്നു. അതിനുശേഷമാണ് ഈ മൃതദേഹം അടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും കുട്ടിയുടെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ കുട്ടിയുടെ അമ്മയായിട്ടുള്ള സിന്ധു നിലവിൽ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. പോലീസ് കഴിഞ്ഞ ദിവസം അടക്കം തന്നെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു ഈ കുട്ടിയെ പുഴയിൽ എറിഞ്ഞതാണ് എന്ന് അമ്മ സിന്ധു പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ കുട്ടി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും അമ്മ സിന്ധു പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ പിന്നീട് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ പുഴയ്ക്ക് സമീപം ഉണ്ടാകുമെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പോലീസും മറ്റും തിരച്ചിൽ നടത്തുന്നു. ഏറെ വൈകിട്ടും മഴയും മറ്റുമായിരുന്നു. എന്നിട്ട് പോലും തിരച്ചിൽ നടത്തുന്നു. ആ തിരച്ചിലിനൊടുവിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ പോലീസ് പറയുന്നതനുസരിച്ച് ആണെങ്കിൽ ഈ മകളെ പുഴയിൽ എറിഞ്ഞു എന്നതിൽ ഒരു കുറ്റബോധവുമില്ല അമ്മ സിന്ധുവിന് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഇന്നലെ രാത്രി കുട്ടിയുടെ അമ്മ സന്ധ്യ സുഖമായി തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകിയിരുന്നു. ആ ഭക്ഷണം കഴിച്ച് സുഖമായാണ് കിടന്നുറങ്ങിയത്. കുറ്റബോധമൊന്നും തന്നെയില്ല. മകളെയാണ് കൊന്നത്. അത് 3 വയസ്സുകാരിയാണ് കൊന്നത്. എന്നാൽ ആ വിഷയത്തിലൊന്നും തന്നെ ഒരു കുറ്റബോധവും ഇല്ല എന്നാണ് പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ കുടുംബം അടക്കം തന്നെ ഒരു ആരോപണമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാനസിക പ്രശ്നം നേരിടുന്ന ആളാണ് എന്നടക്കം തന്നെ കുടുംബം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളടക്കം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാ സിന്ധുവെങ്കിൽ ആരാണ് ഈ സിന്ധുവിനെ ചികിത്സിച്ച ഡോക്ടർ, ആ ഡോക്ടറുടെ മൊഴി അടക്കം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം കുടുംബ പ്രശ്നമാണോ, ഇതിനുള്ള കാരണമെന്നടക്കം ചോദിച്ചറിഞ്ഞ അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാണോ കാരണമെന്നടക്കം അന്വേഷിക്കുമെന്നാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളടക്കം തന്നെ അല്ലെങ്കിൽ ഈ സിന്ധു പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുടുംബ പ്രശ്നമുണ്ടായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ താൻ മാനസിക സമ്മർദ്ദം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വഴക്കുണ്ടായിരുന്നു എന്നടക്കം തന്നെ സിന്ധു പോലീസിനോട് മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ നിഷേധിക്കുകയായിരുന്നു സിന്ധുവിന്റെ ഭർത്താവായിട്ടുള്ള സുഭാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നായിരുന്നു സിന്ധുവിന്റെ ഭർത്താവ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ കാര്യത്തിലടക്കം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇനി ഏതെല്ലാം തരത്തിലുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നമാണ് എന്ന് പറയപ്പെടുന്നു, അതിനുള്ള ഒരു അന്വേഷണം വേണം. കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു, ആ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണോ ഇത്തരത്തിലൊരു കൊല നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബ പ്രശ്നമാണെങ്കിൽ പോലും എങ്ങനെയാണ് ഈ കുരുന്നിനെ, അല്ലെങ്കിൽ 3 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, ഈ കുരുന്നിനെ കൊലപ്പെടുത്താനുള്ള കുരുന്നിനെ കൊലപ്പെടുത്തിയത് ഇതിനു മുൻപും ഇതുപോലെ ഈ കല്യാണിയെ 3 വയസ്സുകാരിയായിട്ടുള്ള കല്യാണിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഒരു ആരോപണമുണ്ടായിരുന്നു. അതിലടക്കം തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കൂടാതെ തന്നെ നേരത്തെ ഈ കല്യാണിയെ കൂടാതെ തന്നെ ഒരു മകനുമുണ്ട് ഇവർക്ക്. അതുകൊണ്ട് നേരത്തെ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ മക്കൾ ഐസ്ക്രീം കഴിക്കാത്ത സാഹചര്യത്തിലായിരുന്നു അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്ന് തുടങ്ങിയ കാര്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളിൽ അടക്കം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം തന്നെ സിന്ധുവിന്റെ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
തന്റെ മകൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അവൾക്ക് മനസ്സിലാക്കുന്നതിന് കുറച്ച് സമയമെടുക്കാറുണ്ട്. അത് സ്കൂൾ കാലങ്ങളിൽ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്റെ മകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. മകൾ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ അവർ തങ്ങളുടെ സ്വന്തം വീട്, അതായത് സിന്ധുവിന്റെ വീട് ആലുവയിലാണ്. ആലുവയിലുള്ള വീട്ടിലേക്ക് വിടാറില്ല എന്നടക്കം തന്നെ സിന്ധുവിന്റെ അമ്മ വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കഴിയുകയാണ്. പോലീസ് സ്റ്റേഷനിലാണ് ഈ സിന്ധു ഉള്ളത്. സിന്ധുവിനെ ഇനി ആലുവ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആലുവ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി കൂടുതൽ മൊഴിയെടുക്കും, കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് എല്ലാം എത്തി അമ്മയെ തെളിവെടുപ്പ് നടത്താനായിട്ട് സാധ്യതയുണ്ട്. ഇത് എവിടെയൊക്കെയായിരിക്കും തെളിവെടുപ്പ്, എപ്പോഴായിരിക്കും തുടങ്ങുക? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ആദ്യം ഇതൊരു മാൻ മിസ്സിംഗ് കേസ് എന്ന രീതിയിലായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എഫ്ഐആർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് പിന്നീട് ആദ്യം തിരോധാനം എന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. അതിപ്പോൾ കൊലപാതകത്തിലേക്ക് മാറ്റുന്നു. അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തിക്കൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമായിരിക്കും ഈ തെളിവെടുപ്പിൽ മറ്റും കൊണ്ടുപോവുക. നേരത്തെ പല തവണയായും അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയ പുഴയിൽ വലിച്ചെറിഞ്ഞ് എന്നടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തടക്കം തന്നെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ കുട്ടിയെ കാണാതാകുന്ന ഒരു സംഭവം ഉണ്ടായത്. അംഗനവാടിയിലേക്ക് പോയ കുട്ടിയാണ്. മച്ചക്കുഴിയിലുള്ള വീട്ടിൽ, അതായത് ഭർത്താവിന്റെ വീട് മച്ചക്കുഴിയാണ്. ഈ മച്ചക്കുഴിയിലെ അടുത്തുള്ള അംഗനവാടിയിൽ നിന്നും കുട്ടിയെ അംഗനവാടി കഴിഞ്ഞതിന് ശേഷം ഒരു 3:30 കൂടി സന്ധ്യ 3:30 കൂടി തന്നെ ഈ അമ്മ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം ആലുവയ്ക്കടുത്ത് കുറുമശ്ശേരിയിലേക്ക് പോകുന്നു. 7 മണിയോടെയാണ് അമ്മ വീട്ടിലേക്ക് കയറി പോകുന്നത്. അതായത് സിന്ധുവിന്റെ വീട്ടിൽ ആലുവയിലുള്ള വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്താണ് കുട്ടിയെ കയ്യിലില്ലാത്തതും. തുടർന്ന് സിന്ധുവിന്റെ അമ്മ ഈ കുട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു ആദ്യം അമ്മയോടടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് കുട്ടിയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് പരിശോധനകൾ അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇതൊരു തിരോധാനം, അല്ലെങ്കിൽ കാണാനില്ല, 3 വയസ്സുകാരിയായിട്ടുള്ള കല്യാണി എന്ന കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നതും. അതിനുശേഷം ഈ അമ്മയായിട്ടുള്ള സിന്ധുവിനെ നിരവധി തവണ പോലീസ് ചോദ്യം ചെയ്തു. ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോൾ കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അമ്മ സിന്ധു കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. സന്ധ്യക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സന്ധ്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന സന്ധ്യ മൊഴി നൽകിയിരിക്കുകയാണ്. അമ്മയ്ക്ക് കുറ്റബോധമില്ലെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ഡോക്ടർമാരുടെ മൊഴിയും രേഖപ്പെടുത്തും. 4 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ ചികിത്സിച്ച മാനസികാരോഗ്യ വിദഗ്ധരുടെ മൊഴി രേഖപ്പെടുത്തും. എന്നു മുതലാണ് മാനസികാരോഗ്യ ചികിത്സ തേടിയത് എന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ അമ്മയ്ക്ക് കുറ്റബോധമില്ല എന്നാണ് പോലീസ് പറയുന്നത്. മകളെ ഇന്നലെ രാത്രി കുട്ടിയുടെ അമ്മ സന്ധ്യ സുഖമായി സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയെന്നും രാത്രി പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണവും കഴിച്ച ശേഷമാണ് സന്ധ്യ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയതും എന്നുള്ള വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം 9 മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുട്ടിയുടെ പിതാവിന്റെ വീടായ പുത്തൻകുരിശിലെ മറ്റക്കുഴിയിലെത്തിക്കും. പോലീസ് അമ്മയെ വിശദമായി ചോദ്യം ചെയ്യും. ആലുവ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മയെ മാറ്റും. അതിനുശേഷം കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. കുടുംബ വഴക്കിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായിരുന്നു തന്റെ പദ്ധതിയെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്.
മുൻപും ഈ യുവതി 3 വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും വീട്ടുകാരുടെ മൊഴിയെല്ലാം പുറത്തു വരുന്നുണ്ട്. നേരത്തെയും കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇന്നലെ കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. വിനയ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.